ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ന്യൂ യൂട്യൂബേഴ്സ്, അതിൽ തന്നെ ചാനൽ റീച്ചാകാത്ത, ചാനൽ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഒരുപാട് പേര് ഈ രീതിയിൽ കമൻ്റ് ഇടുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. കാരണം എന്ത് ചെയ്തിട്ടും രക്ഷയില്ല, ഇനി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതുകൊണ്ട് കാര്യമില്ല. ഈ രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷെ നിങ്ങളും ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, പല വീഡിയോക്കും അങ്ങനെ കമൻറ്റും ഇട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്രിയേറ്റർ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ, വരുമാനം നേടാം എന്ന് കരുതി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ വീഡിയോക്ക് ഒരിക്കലും വ്യൂസ് വരില്ല. അപ്പോൾ ഞാനൊക്കെ യൂട്യൂബിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ, ഈ ഒരു വീഡിയോ അല്ല, ഈ ഒരു ചാനലല്ല, വേറെ ചാനലിലൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് വളരെ ഈസിയാണ്, അങ്ങോട്ട് വന്ന് വീഡിയോസ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒക്കെ അങ്ങ് കംപ്ലീറ്റ് ആകുമെന്നുള്ളതായിരുന്നു. പക്ഷേ നേരെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് പോലെ തന്നെ വ്യൂസ് വരുന്നില്ല, സബ് വരുന്നില്ല, ആ ഒരു കാര്യം തന്നെ. അങ്ങനെ ഒന്നേ എന്ന് പറഞ്ഞ് എണ്ണിച്ചുട്ടപ്പം പോലെ ഇങ്ങനെ കൂടി വരുന്നു, പക്ഷെ അതിനനുസരിച്ച് വ്യൂസ് വരുന്നില്ല. ആ സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ട് ചാനൽ സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളത്. ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഒരു 90% ആളുകളും. ഇവിടെ ചാനൽ റീച്ചാകാത്ത, ടെൻഷൻ അടിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനടക്കം ചിന്തിച്ചിട്ടുണ്ട് ഇനി യൂട്യൂബിൽ മുന്നോട്ട് പോകണ്ട, കാരണം ഈ ഒരു ചാനൽ ഇനി ക്ലിക്കാകാൻ പോകുന്നില്ല, റീച്ചാകുന്നില്ല എന്നുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾ എത്ര റീച്ചായ ഒരു ക്രിയേറ്ററെ എടുത്താലും അവരുടെയൊക്കെ ചാനലിൽ ഈ ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും, തുടക്കകാലത്ത് റീച്ച് ഇല്ലാത്ത ഒരു സമയം. ആ സമയത്ത് അവർ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു സമയവും കടന്നിട്ടാണ് അവരുടെ ചാനലിലൊരു റീച്ച് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള ക്രിയേറ്ററോടൊക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. സാധാരണ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് താഴെ വരുന്ന കമൻറ്റുകൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോക്ക് താഴെ വന്ന ഒരു കമൻറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ അതുപോലെ ഷോർട്സ് വീഡിയോ. ഏത് വീഡിയോ ആണ് നമ്മൾ ചെയ്യേണ്ടത്, ഓരോന്നും ഷോർട്സ് ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്, ലോങ് വീഡിയോ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഇതുപോലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും ഇതൊരു ഡൗട്ടായിട്ടുണ്ടായിരുന്നു, യൂസ്ഫുൾ വീഡിയോ. അപ്പോൾ സാധാരണ നമുക്ക് ആ ഒരു കമൻറ്റിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു കമൻറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അവരുടെ ചാനൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിലൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ചാനൽ ഇതുപോലെ കമൻറ്റ് വന്നു കഴിഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മുമ്പേ നമ്മുടെ ചാനലിൽ ഇട്ട കമൻറ്റുകളൊക്കെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും, റീസെൻറ്റ് കമൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് മൈ സ്റ്റൈൽ വിത്ത് ജസ്റ്റിന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിൻ്റെ ആ ഒരു കമൻറ്റ്, അവർക്കും ഇതുപോലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. പക്ഷേ അതിൽ ചാനൽ നിർത്താൻ വരട്ടെ എന്നുള്ള ആ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത് ഞാനും വിചാരിച്ചു ചാനൽ നിർത്തിയാലോ എന്ന്, യൂസ്ഫുൾ വീഡിയോ. അപ്പോൾ എൻ്റെ ഏതോ ഒരു വീഡിയോക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ചാനൽ നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. കാരണം അപ്പോൾ അവർ ചാനൽ നിർത്തിയോ, അവരുടെ ചാനലിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവരുടെ ചാനലിലൊന്ന് കയറി നോക്കി. അപ്പോഴാണ് ഞാൻ ആ ഒരു ഇത് കണ്ടത്. അവർ 10 മാസം മുന്നെയാണ് ഈ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. 10 മാസം മുന്നേ എൻ്റെ വീഡിയോക്ക് അവർ ഇട്ടിട്ടുണ്ട് ചാനൽ നിർത്തിയാലോ എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ മനസ്സിലാവും. ഇവിടെ നോക്കൂ, 10 months ago എന്ന് പറഞ്ഞിട്ട് ചാനൽ നിർത്താൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാനിട്ടൊരു വീഡിയോക്കാണ് അവർ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ഞാനും വിചാരിച്ചു ചാനൽ നിർത്തിയാലോ എന്ന്, യൂസ്ഫുൾ വീഡിയോ. അവിടെ നിങ്ങൾ ആ ഒരു സമയം ശ്രദ്ധിക്കുക, 10 months ago എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചാനൽ 10 മാസം മുന്നേ ചാനൽ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരുടെ ചാനലിലൊന്ന് കയറി നോക്കി. ഇപ്പോഴും അവർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 35,000-ലധികം സബ്സ്ക്രൈബേഴ്സ്, 35,500-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 513 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസ് എടുത്തിട്ട്
പോപ്പുലർ വീഡിയോസ് ഞാനൊന്ന് എടുത്തു നോക്കി. കാരണം അവർ ആ പറയുന്ന സമയത്ത് അവരുടെ ചാനലിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയണമല്ലോ. അവരിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ റീച്ച് ആയോ എന്നുള്ള രീതിയിൽ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും റീച്ച് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോപ്പുലർ എന്നുള്ള ഭാഗം ഞാനൊന്ന് ക്ലിക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം വന്നത്. നിങ്ങളിവിടെ നോക്കൂ, അവർക്ക് ഏറ്റവും വ്യൂസ് വന്ന ഒരു വീഡിയോ, വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ 7.1 lakh 7 ലക്ഷത്തിലധികം വ്യൂസ് വന്നിട്ടുണ്ട്. 10 months ago 10 മാസം മുന്നേ എൻ്റെ ചാനലിലെ ഒരു ആ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വന്നത് 10 മാസം മുന്നെയാണ് ഞാനും ചാനൽ നിർത്തിയാലോ എന്ന് ആലോചിച്ചു എന്നുള്ളത്. അതിൻ്റെ ശേഷം അവർക്ക് 10 മാസം മുന്നേ അവർക്ക് 7.1 lakh, അതായത് ആ 10 മാസം മുന്നേ അവരിട്ട ഒരു വീഡിയോക്ക് 7 ലക്ഷം വ്യൂസ് അതിന് ശേഷം വന്നു. അതിന് തൊട്ട് താഴെ നോക്കൂ, 7 മാസം മുന്നേ ഇട്ട ഒരു വീഡിയോക്ക് 2.6 lakh വ്യൂസ് വന്നു. അതിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. 5 months ago 98K, 97K, 67K, എല്ലാം 10 മാസത്തിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 മാസം മുന്നെയാണ് അവർ ആ ഒരു കമൻ്റ് ഇട്ടത് ഞാൻ ചാനൽ നിർത്തിയാലോ എന്നുള്ളത്. പക്ഷേ ആ 10 മാസത്തിന് ശേഷമാണ് അവർക്ക് 7 lakh, 2.6 lakh, 98, 97K വ്യൂസ് വന്നത്. ഈ ഒരു ക്രിയേറ്റർ ആ ഒരു സമയത്ത് ചാനൽ അങ്ങ് നിർത്തിയിരുന്നെങ്കിലോ 10 മാസത്തിന് ശേഷം ഈ ഒരു റീച്ച് അവർക്ക് വരുമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ വരില്ലല്ലോ, അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരാ സമയത്ത് ആ ഒരു ഡിസിഷൻ എടുത്തു, പക്ഷേ ചാനൽ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ അവർക്കതൊരു വലിയ നഷ്ടമായിരുന്നേനെ. ഈ ഒരു സ്ഥാനത്ത് നാളെ നിങ്ങളാകും. അപ്പോൾ നിങ്ങളിപ്പോൾ ചാനൽ നിർത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ് നിങ്ങളുടെ ചാനൽ റീച്ച് ആകേണ്ട ആ ഒരു സാധ്യത അവിടെ ഇല്ലാതാവുകയാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു ചാനൽ മൈ സ്റ്റൈൽ വിത്ത് ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള. കാരണം അവർ 10 മാസം മുന്നേ ചാനൽ നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ട ചാനലാണ്. ആ ഒരു ചാനലിൽ അതിന് ശേഷം ഒരു വീഡിയോക്ക് 7 ലക്ഷത്തിലധികം വ്യൂസ് വരുന്നു. അടുത്ത വീഡിയോക്ക് 2 ലക്ഷത്തിന് മുകളിൽ, പിന്നൊക്കെ ഓരോ ലക്ഷത്തിനടുത്ത് വ്യൂസ് വന്ന് നല്ല നല്ല വീഡിയോസ് ഇട്ട് അവരിപ്പോഴും യൂട്യൂബിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ചാനൽ നിർത്തുക എന്നുള്ളതല്ല. ഈ ഒരു ടേണിംഗ് പോയിന്റിൽ നിങ്ങൾ എന്ത് മാറ്റമാണ് നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ടാണ് എൻ്റെ ചാനൽ റീച്ച് ആകാത്തത്? ഞാൻ വീഡിയോ ഇടുന്ന രീതി ആളുകൾക്ക് കണക്റ്റഡ് അല്ലേ? ആളുകൾക്ക് യൂസ്ഫുൾ അല്ലേ? പല കാര്യങ്ങളും അതുമായിട്ട് നമ്മൾ ചിന്തിച്ച് ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതല്ലാതെ നമ്മൾ വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതല്ല ഒരു ഗുഡ് ഡിസിഷൻ എന്നുള്ളത്. എല്ലാ ക്രിയേറ്റേഴ്സും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു വന്നവരാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ കടന്നു വന്ന് അതാണ്ട് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള യാത്ര നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരുപാട് ചാനലുകൾ റീച്ച് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തന്നതാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് ചാനലുകളുണ്ട്. റീച്ച് ആകാതെ ബുദ്ധിമുട്ടി നിന്നിരുന്ന ഒരുപാട് പേര് പിന്നെ റീച്ചായിട്ട് ഇപ്പോൾ നല്ല ടോപ്പ് ലെവലിൽ വീഡിയോസ് ചെയ്ത് നല്ല റീച്ചായിട്ട് വരുമാനം നേടുന്ന നിങ്ങളുടെയൊക്കെ വീഡിയോസും ചാനലും ആ ഒരു സ്റ്റേജിൽ വരും. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ റീച്ച് ആകുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ക്രിയേറ്ററും ഇനി ചാനൽ നിർത്തരുത്, സ്റ്റോപ്പ് ചെയ്യരുത്, അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. പകരം നമ്മുടെ ചാനൽ എന്തുകൊണ്ട് റീച്ച് ആകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെയൊക്കെ ചാനൽ കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുള്ളായിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.